നമസ്കാരം. സമാനതകളില്ലാത്ത ഒരു ദുരന്തം നടന്ന ഒരു ദിവസം, ആ ഒരു ദിവസത്തിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. വയനാട് ദുരന്ത ഭൂമിയായി മാറിയ ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇത്രയും നേരം കേട്ടും കണ്ടും കൊണ്ടുവരുന്നത്. ആ വാർത്തകളിലേക്കെല്ലാം എത്താം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ദുരന്തഭൂമിയായി വയനാട് ചൂരൽമല. ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് 142 ജീവനുകൾ. മുണ്ടക്കൈ ഗ്രാമം ഒലിച്ചുപോയി. മൃതദേഹങ്ങൾ ചാലിയാറിൽ ഒഴുകിപ്പോയി. പോത്തുകല്ലിൽ ചാലിയാറിൽ നിന്ന് കണ്ടെടുത്തത് ഛിന്ന ഭിന്നമായ 17 മൃതദേഹങ്ങൾ. വിവിധ ആശുപത്രികളിലായി 147 പേർ പരിക്കേറ്റ് ചികിത്സയിൽ. നിരവധി പേർ മണ്ണിനടിയിൽ. ഉറ്റവരെ തിരഞ്ഞു ജനങ്ങൾ. മുണ്ടക്കൈ ഭാഗത്ത് ആ പള്ളിയുടെ ഭാഗത്ത് അപ്പോൾ അങ്ങോട്ട് ഇടിഞ്ഞ ഭാഗത്ത് അവിടെ ആയിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട്. ഇപ്പോൾ അവിടെ അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് 21 ബോഡി ഇപ്പോൾ ഒരു റൂമിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് എയർ ലിഫ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ആംബുലൻസ് വഴിയോ ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനങ്ങൾ അധികാരികൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്കിപ്പോൾ പറയുന്നത്. അതിദുഷ്കരമായ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ച് ദൗത്യസംഘം. നാളെ രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും. കരനാവികസേന ദുരന്തമുഖത്ത്. NDRF, ഫയർഫോഴ്സ് സംഘങ്ങൾക്കൊപ്പം മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിൽ. ചൂരൽമലയിൽ വൈദ്യുതി ബന്ധം താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു. വയനാട്ടിലേത് ഹൃദയഭേദകമായ ദുരന്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റന്നാൾ ദുരന്തഭൂമി സന്ദർശിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച് മന്ത്രിതല സംഘം വയനാട്ടിൽ. എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് കേന്ദ്രം. മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി. 20 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മുണ്ടക്കൈയിൽ പുഴയ്ക്ക് കുറുകെ താൽക്കാലിക പാലം നിർമ്മിച്ച ആർമിയും ഫയർഫോഴ്സും. മുണ്ടക്കൈയിൽ കുടുങ്ങിയവരെ പാലം കടത്തി. രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്ററും. പരിക്കേറ്റവരെ ഇവാക്യുവേറ്റ് ചെയ്ത് സൈന്യം. ഔദ്യോഗിക ദുരിതാശ്വാസ പ്രവർത്തകർ അല്ലാത്തവർ വയനാട്ടിലേക്ക് പോകരുതെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. Wayanad was hit by several devastating landslides. Mundakai village has been cut off, and the devastating loss of lives and extensive damage is yet to be assessed due to the scale of the tragedy. So early this morning, Wayanad was hit by several devastating landslides. Mundakai ചൂരൽമലയിലെ സംഭവത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാഹുൽ ഗാന്ധി. കേരളത്തിന് അടിയന്തര സഹായം ഉറപ്പാക്കണം. രാഹുലും പ്രിയങ്കയും നാളെ വയനാട്ടിൽ. കേരളത്തിന് അടിയന്തര സഹായവുമായി തമിഴ്നാട്. 5 കോടി പ്രഖ്യാപിച്ചു. എന്ത് സഹായവും ലഭ്യമാക്കുമെന്ന് സ്റ്റാലിൻ. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്തെങ്ങും തോരാമഴ. മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം. 8 ജില്ലകളിൽ റെഡ് അലേർട്ട്. ഇടുക്കി മുതൽ കാസർഗോഡ് വരെ മഴ കനക്കും. ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന സർക്കാർ. ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള PSC പരീക്ഷകൾ മാറ്റിവെച്ചു. 10 ജില്ലകൾക്ക് നാളെ അവധി.